ഒരു ഡോക്ടർ ഒപ്പത്തിരിക്കാൻ ഒരു നേഴ്സ് കൂടി ഇരിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ സിനിമയിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു പ്രൊഫഷൻ ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അൽഫോൺസിന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. എന്തിനാണ്? സിനിമയിൽ വന്നതിന് ശേഷം അത് ഫാൻസ് കുറയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഡാൻചേട്ടന്റെ പടത്തിലാന്ന് അറിഞ്ഞതിന് ശേഷം. ഒരുപാട് ആളുകളുടെ സ്ട്രെസ് മാറാനും ടെൻഷൻ മാറാനും ഒക്കെ ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂസ് കാണാറുണ്ട് ആളുകൾ. ധ്യാൻ ചേട്ടൻ എങ്ങനെയാണ് സ്ട്രെസ്സും ടെൻഷനും മാനേജ് ചെയ്യുന്നത്? എങ്ങനെയാണ് അത് അവോയ്ഡ് ചെയ്യുന്നത്? ഹൈദരലിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസേ ഞാനൊരു സിനിമന്റെ ഇത് കഴിഞ്ഞിട്ട് ഏതൊക്കെയോ സിനിമ ഡബ് ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ വിളിച്ചിട്ട് എടാ എന്താണ് ഡബ് ചെയ്യണ്ടേ, ബാക്കി പൈസ സെറ്റ് ചെയ്യണ്ടേ? ചേട്ടാ കഴിഞ്ഞ ദിവസം റിലീസായി പോയല്ലോ. ഓക്കെ സൂപ്പർ ഹീറോ സൂപ്പർമാൻ വരുന്നു, സ്പൈഡർമാൻ വരുന്നു, ബാറ്റ്മാൻ വരുന്നു. ഇവർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ കോസ്റ്റ്യൂമിന്റെ ഒരു വെറൈറ്റി ഉണ്ട്. ജെട്ടി മേലെ ഇതിന്റെ മുകളിലിട മുണ്ടിന്റെ മേലെ ഇടുന്നായിരിക്കും. ജെട്ടി അകത്ത് തന്നെ ഇടാറില്ല, പിന്നെയാണ് 2-3 മാസം അല്ലെ 2-3 ദിവസം മുമ്പ് ഞങ്ങൾ ശബരിമലയിൽ പോയി സർവ്വഭാഗങ്ങളും കഴുകി കളഞ്ഞു. അങ്ങനെ ഒന്നും കഴുകിയാൽ പോകുന്ന ഭാഗങ്ങളല്ല. ഇപ്പൊ വേറെ ഒന്നുണ്ട്, ഹിഞ്ച്. അത് നോക്കാം. ഞാൻ അതിലില്ല, ഒന്നുമില്ല, എല്ലാം അറിയാം. അവിടേക്ക് പോകണമെന്നില്ലല്ലോ അറിയാൻ വേണ്ടി. അമേരിക്ക പോയിട്ടുണ്ടോ? അമേരിക്ക ഉണ്ടെന്ന് അറിയില്ലേ? ഒരു ട്രൂ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ സിനിമ. അവസാനം ചെന്നൈയിലെ ഏതെങ്കിലും കഥയായിട്ട് ബന്ധമുണ്ടോ? അത് ഇവന്റെ ചേട്ടനാണ് ചെന്നൈയായിട്ട് ബന്ധമുള്ളത്. കഴിവ് വെച്ചിട്ട്, കാരണം ഏറ്റവും കൂടുതൽ കഴിവുള്ളവനാണല്ലോ ഏറ്റവും കൂടുതൽ സീന് കൊടുക്കുക. അതെ, കഴിവുകൊണ്ട് നോക്കുമ്പോ ഇവര് രണ്ടുപേരും ഫസ്റ്റ്. ഓ, ഇവർക്ക് ഇച്ചിരി കഴിവ് കുറവാണ്. എപ്പോ തൊട്ട് ഈ എനിക്കിങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും, ഇതിലേക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞു തുടങ്ങി? പണ്ട് തൊട്ടേ ഉണ്ട്. ഓക്കെ, ഫസ്റ്റിലെ അമ്മയച്ഛനും നിങ്ങളെ കൂട്ടാതെ ഒരു തായ്ലൻഡ് ട്രിപ്പ് ഒക്കെ അടിച്ചിട്ട് വന്നേക്കുന്ന എങ്ങനെയുണ്ടായി? 2-3 സൈസായി ഒന്നായിരുന്നു. മമ്മി സമ്മതിച്ചില്ല. ധ്യാൻ ചേട്ടാ, ചേട്ടയ്ക്ക് വേണ്ടിയുള്ള ചോദ്യമാണ്. നമ്മളെ ജീവിതം എങ്ങനെയാണ് ഉജ്ജ്വലമാക്കാൻ എന്തെങ്കിലും വക ചേട്ടന്റെ ഉപദേശം ഉണ്ടോ? കണ്ണി കണ്ടവന്റെ ഉപദേശം ഒന്ന് സ്വീകരിക്കാണ്ടിരുന്ന ഉജ്ജ്വലമായിക്കോളും. ആണെന്ന് അറിയാം, പക്ഷെ എനിക്ക് ബാക്കി ആരെയും അങ്ങനെ അറിയത്തില്ല. അറിഞ്ഞൂടാ, അറിയാതിരിക്കുന്നതാണ് മോളെ. അപ്പൊ നിങ്ങക്ക് പേടിയുണ്ടോ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ക്യാമറകൾ കാണും, അല്ലാതെ പ്രേക്ഷകരിൽ എത്തുമ്പോൾ അത് വൈറലാവും, അങ്ങനെ ടെൻഷൻ ഉണ്ട്? അല്ല, പൊതുവെ ഇപ്പൊ നാട്ടിലെ ആർക്കും തന്നെ സിനിമാക്കാരോട് വലിയ മതിപ്പൊന്നുമില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല, അവിടെ ഞങ്ങൾ ഓക്കെയാണ് അല്ലേ? പ്രത്യേകിച്ച് പുള്ളിയോട് ആണോ? ഇന്നിപ്പോ ഒരു പോസ്റ്റർ ഉണ്ട് ദിലീപേട്ടൻ്റെ. ഇനിയും ബിഗ് അനൗൺസ്മെന്റ് എന്നെ വല്ല മാറ്റിയാവും. ഇതെനിക്ക് എന്റെ മൂഡ് വേണം. കുഴപ്പമില്ല, 10 മിനിറ്റ് ഞാൻ ഇപ്പൊ റെഡിയാവും. ട്രാൻസ്ഫോർമേഷൻ എന്റെ ആയിരുന്നല്ലോ. ചേച്ചിക്കടക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. ഒറിജിനലി ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂമിനകത്തേക്ക് വന്നാലേ ഫുൾ ഫോമിൽ വരാൻ പറ്റുള്ളൂ. റൂമിൽ പോയാൽ മൂഡ് മാറിപ്പോകും. ഈ പടത്തിനകത്ത് പഴയ പോലെ ഒരു കോസ്റ്റ്യൂമർ ആയിരുന്നെങ്കിൽ വൈറസിന് എന്ത് കോസ്റ്റ്യൂം കൊടുക്കും?
അതാരാണ് വൈറസ് വൈറസിന് ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും. ആ വൈറസിന് അളവെടുക്കാൻ നീ ഒന്ന് പിടിച്ചോണ്ട് വെച്ചു. മൂന്നാം ക്ലാസ്സിൽ എത്ര ക്ലാസ്സിൽ പോയി? 4ാം ക്ലാസ്സിലേക്ക്. എനിക്ക് ഇന്നേ വരെ ഒരു സപ്ലി പോലും അടിച്ചിട്ടില്ല. 4ാം ക്ലാസ്സിൽ. പിന്നെ ആ സമയത്ത് എന്റെ മലയാളം ഇത്ര നല്ല ഇല്ലായിരുന്നു. ഇപ്പൊ ബെറ്റർ ആയി. വളരെ ബെറ്ററായി. അല്ല ഞാനും വന്നപ്പോ തന്നെ കണ്ടപ്പോ ചോദിച്ചു എപ്പോ വന്നു എന്ന് ചോദിച്ചപ്പോ ഞാൻ മറ്റന്നാൾ വന്നു. യൂട്യൂബ് ചാനൽ എന്റെ പേര് പറ. ബിഹൈൻഡ് വുഡ്സ് ഐസ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു വേറെ ആരോ വന്നിട്ട് എന്തൊക്കെ ചോദിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ ബിഹൈൻഡ് വുഡ്സ് ഐസ് ആന്നൊക്കെ. ഇത് കൊറേ ഇല്ലേ ഇവിടെ? ഇപ്പൊ പറഞ്ഞില്ലേ വരുമ്പോ ബിഹൈൻഡ് ഇത് നീ പറയുന്നൊക്കെ ഓർത്തോണ്ടിരിക്കലാണ് എന്റെ ജോലി. അല്ലല്ലേ എന്നാ വേണ്ട. ആ സ്ഥലത്ത് ആ പോകുന്ന സ്ഥലമൊക്കെ ഇവിടെ വിറ്റ സ്ഥലങ്ങൾ, എന്തെങ്കിലും വാങ്ങാൻ പോകുന്ന സ്ഥലം കോടികളല്ലേ. ഞാനൊരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബൈപ്പാസിനടുത്ത് സ്ഥലം മേടിച്ചു. അവര് പോയത് ഇന്റർവ്യൂ മേടിച്ചിട്ടാ. So success and failure is like, when it comes to sports or cinema, it's just part of the game എന്ന് പറഞ്ഞ പോലെ you should see it that way. ബാക്കി any criticism you should welcome it because you are on this platform. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനത്തിനെ നമ്മൾ അതിനെ വളരെ പോസിറ്റീവായിട്ടും കൺസ്ട്രക്റ്റീവായിട്ടും എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ നന്നാവൂല എന്നർത്ഥം. ടൊവിനോ വന്നിട്ട് ഇതുപോലത്തെ ഒരു സിമിലർ സാധനം പറഞ്ഞു. അവന്റെ കട്ട് ചെയ്തിട്ട് ഇത് ഇട്ടാ മതി. ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുതേന്ന് ചിന്തിക്കുന്ന ഒരു രാത്രി. പുറത്ത് പറയാൻ പോണ രാത്രി ഒന്നും ഓർമ്മ. പുറത്ത് പറയാൻ പറ്റാത്ത രാത്രി ഉണ്ടോ? മെസ്സേജ് ചെയ്ത് കൊടുക്ക്. നമ്പർ മെസ്സേജ് തരാം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടർ ദിലീഷ് പോത്തൻ, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു 6-2 പൊക്കമുണ്ട്, നല്ല ഗ്ലാമർ ലുക്ക്, വൻ ലുക്ക്, പൂത്ത പൈസ. ഇത് കറക്റ്റ് കണ്ടുപിടിച്ച എന്നെ കറക്റ്റായിട്ട് ഞാൻ കണ്ടുപിടിച്ചു ഗർഭിണിയാണ്. അതെങ്ങനെ കണ്ടുപിടിച്ചു? അത് പറ്റിയ ഒരു കഴിവാ. വളരെ ഗർഭിണിയാക്കിയിട്ടുണ്ട്. ആ 22 വയസ്സ് 22 കണ്ടു. 22 എല്ലാം കൂടെ കൂട്ടിയത് ഇങ്ങനെ പ്രായം. ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് എന്റെ ഒരു പേഴ്സണൽ സന്തോഷം നിങ്ങളോടൊക്കെ പറയാനുണ്ട്. ആ പേഴ്സണൽ സന്തോഷം ഗർഭിണിയാണെന്നാണ് സത്യം. ഡിറ്റക്റ്റീവ് ഇന്റർവ്യൂ ആണ്.